നബിതങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയാ, നബിയെ എന്തെങ്കിലും തരണം. എന്നാല് നല്ല ജോലി ചെയ്യാനുള്ള തടിയും വണ്ണും ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, എൻ്റെ അടുത്ത് ഒന്നുമില്ല ചോദിച്ചു. ഒന്നുമില്ല. എന്നാ പൊരയിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. പൊരയിലൊരു കമ്പിളിപ്പതപ്പുണ്ട്, എന്നാ എടുത്തുണ്ട്. പൊരേ പറഞ്ഞത് കൊണ്ടുവരിപ്പിച്ചു. എന്നിട്ട് പള്ളിയിൽ നിന്ന് ഇത് ലേലം ചെയ്തു. ഇതാരെടുക്ക? ഒരാൾ പറഞ്ഞു 1 ദിർഹമിന് ഞാൻ തരൂലെന്ന് പറഞ്ഞു. എന്നാ 2 ദിർഹമിന് ഞാൻ എന്ന് പറഞ്ഞു വേറെ ആൾ. എന്നാ പിടിച്ചോ പറഞ്ഞു. അങ്ങനെ 2 ദിർഹമിന് അത് കൊടുത്ത് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. 1 ദിർഹം കൊണ്ട് നിങ്ങൾ പോയിട്ട് എന്ത് വേണം? വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. 1 ദിർഹം കൊണ്ട് ഒരു കോടാലിയും വാങ്ങും. എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞ മാതിരി അദ്ദേഹം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ ബർക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് ഒരു താഴെ ഉണ്ടാക്കി ഈ കോടാലിക്ക് പിടിയിട്ട് കൊടുത്തിട്ട് കയ്യോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പുറമ്പോക്ക് ഭൂമിയിൽ പോയി വിറക് വെട്ടുക, മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കുക. വിറ്റിട്ട് ചെയ്യേണ്ടതാണ് നബി നിങ്ങൾ പ്രത്യേകം പറഞ്ഞു. അത് അങ്ങനെ തന്നെ തീർക്കരുത്. പകുതിക്ക് വീട്ടിലേക്കുള്ള ചെലവിനുള്ള സാധനം വാങ്ങുക, പകുതി സൂക്ഷിച്ച് സമ്പാദിക്കുക. നമുക്കൊക്കെ ഒരു പാടാ. കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് കടപ്പുറ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ ചില മീനത്ത് നല്ലോണം മീൻ കിട്ടൂലേ, അപ്പോൾ ഒരൊറ്റ അടിപൊളിയാണ്. പിന്നെ മീൻ കിട്ടാതായാലോ പിന്നെ ഇല്ലാത്ത മരുന്ന് തീർക്കുക. അങ്ങനെ ആവരുത്. നമ്മളെ സമ്പാദ്യം നമ്മൾ അങ്ങനെ തന്നെ ചെലവാക്കാൻ പാടില്ല. ഒരു വിഹിതം എപ്പോഴും എന്ത് ചെയ്യണം? സമ്പാദിച്ചു വെക്കുന്ന ശീലമുണ്ടാകണം.